കലിപ്പൻ ചെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എല്ലാം ക്ലീൻ ചെയ്ത് റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് അവൾ പുറത്തേക്ക് പോവാനാഞ്ഞതും ആബിദ് വന്ന് അവളുടെ മുന്നിലായി നിന്നു. അവളൊന്ന് ഞെട്ടി അവനെ നോക്കി. ഞെട്ടിൽ പതിയെ മാറി അവൾ അവന്റെ ലോകത്ത് പതിയെ അലിഞ്ഞു ചേർന്നു. ചെക്കൻ്റെ മുഖത്തുനിന്നും കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഈ വേഷത്തിൽ ഒടുക്കത്തെ ലുക്കാണ്. അവൾ മനസ്സിൽ കരുതി, നിനക്കിത് എന്തിൻ്റെ കേടാ? ഈ പണ്ടാരൊക്കെ തേച്ച് പിടിപ്പിച്ച ചൊറിച്ചിൽ വരുന്ന കാര്യം നിനക്കറിയത്തില്ലേ? പിന്നെന്തിനാ ഈ പണിക്ക് പോയത്? ആബിദ് അവൻ്റെ കൽപ്പുമൂട് ഓൺ ചെയ്തപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. ഇങ്ങേരിത് എന്താ പറയുന്നത് എന്നോർത്ത് അവൾ നെറ്റി ചൊളിച്ച് അവൻ നോക്കി. നിനക്ക് ചെവി കേട്ടൂടെ? അവൻ നോക്കുമ്പോൾ അവളുടെ മുഖമൊക്കെ നല്ല ചുവന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടേക്കായി ചൊറിഞ്ഞ പാടും കാണാനുണ്ട്. വേണ്ടാത്ത പണിക്ക് പോവാൻ നിന്നാലുണ്ടല്ലോ എൻ്റെ തനി സ്വഭാവം അറിയുന്നേ. കണ്ണാടി പോയി നോക്കടി, മുഖം എങ്ങനെയാണെന്ന്. അവൻ്റെ വായിന്നുള്ള ചീത്ത മുഴുവൻ അവൾ മിണ്ടാതെ കേട്ട് നിന്നു. കാരണം വേറൊന്നുമില്ല, പഹയൻ ഇങ്ങനെ മൊഞ്ചനായി തൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ മോനെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. അവൻ്റെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് അവൻ പോയി. പക്ഷെ അവളുടെ പറഞ്ഞ കിളികളൊന്നും തിരിച്ചു വരാത്ത കാരണം അന്ധലോകത്ത് തന്നെ നിന്നു. ചേ, എല്ലാം കയ്യിൽ നിന്ന് പോയി. എന്നാൽ അവളെങ്ങനെയാ പുറത്തെത്തിയത്? ഇനി അവൾ റൂമിൽ കയറിയില്ലേ എന്ന ചിന്തയിലായിരുന്നു റഫ. തൻ്റെ പ്ലാൻ മുഴുവൻ കുളമായതിൽ അഹാനയുടെ ദേഷ്യം കയറി അവൾ പല്ലിറുക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ കൈ രണ്ട് നെഞ്ചിൽ കെട്ടി ആബിദ് അവളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ നിന്റെ മുഖത്ത് ഇത്ര കളിപ്പ്? എന്താടി, മോളുടെ പ്ലാനൊന്നും വർക്കൗട്ടായില്ല അല്ലേ? അതിൻ്റെ ദേഷ്യമായിരിക്കും, ആബിദ് അവളോട് ചോദിച്ചു. അവളൊന്നും പറയാതെ അവനെ പുച്ഛത്തോടെ നോക്കി. ഡീ എന്താടി, നിന്നെ നാക്കിറങ്ങിപ്പോയോ? വല്ല ദുരുദ്ദേശവും മറ്റോ ഉണ്ടെങ്കിൽ മോളെ അതെല്ലാം പെറുക്കി പെട്ടിയിലിട്ട് പൂട്ടിക്കോ. വെറുതെ എൻ്റെ കൈക്ക് പണിയാക്കാൻ നിൽക്കണ്ട. ആബിദ് അവൾക്കൊരു വാണിംഗ് കൊടുത്തു. പക്ഷേ അതിലൊന്നും അവൾ ഭയന്നില്ല. താൻ എന്നെ ഭീഷണിപ്പെടുത്തിയാണോ? ഞാൻ എന്തോ ചെയ്തോട്ടെ, പക്ഷെ നിന്റെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സമ്മതിക്കില്ല ആബി. കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്ക് അവളോട് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് ഇപ്പം എനിക്ക് ഉറപ്പായി. പക്ഷേ മോനെ, ഈ റഫ് ഇങ്ങനെ പന പോലെ നിൽക്കുമ്പോൾ നീ മറ്റൊരുത്തിയാ മനസ്സിലിട്ടുകൊണ്ട് നടക്കേ. ഇറ്റ്സ് ഇമ്പോസിബിൾ. നിന്റെ ലൈഫിലൊരു പെണ്ണുണ്ട്, അത് ഞാൻ മാത്രമായിരിക്കും. അതിനു വേണ്ടി റഫ എന്ത് കളിയും കളിക്കും, ഓർത്തോ. അതും പറഞ്ഞ് റഫ അവനെ മറികടന്ന് പോവാനാഞ്ഞതും ആബിദോടെ കൈപ്പിടിച്ചു വെച്ചു. അത് നീ മാത്രം ഇങ്ങനെ തീരുമാനിച്ചാൽ എങ്ങനെയാ മോളെ? നിനക്ക് ഈ ആബിദിനെ അറിയില്ല. ഞാൻ അവസാനമായിട്ട് നിനക്ക് വാണിംഗ് തരികയാണ്. ഇനി മേലാൽ ഇങ്ങനെ വല്ലതും ഉണ്ടായാ പിന്നെ ഇപ്പൊ നിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ആബിദിനെ ആയിരിക്കില്ല മോള് കാണാ. അതും പറഞ്ഞ് അവനവരുടെ കയ്യിലെ പിടിവിട്ട് തിരിഞ്ഞടന്നു. പുറകിൽ നിന്ന് അവനെ നോക്കി റഫ പല്ലിറുക്കി. ഇല്ല ആബിദ്, നീ എൻ്റേത് മാത്രം. മോളെ അഹാന, നിനക്ക് എന്നാലാവുന്ന പണിയില്ല ഞാൻ തന്നിരിക്കും. പേടിച്ച് പിന്മാറാൻ മാത്രം പൊട്ടിയല്ല ഞാൻ. അവൾ സ്വയം പിറുവിറുത്തു. വിരുന്നുകാരൊക്കെ പോയി തുടങ്ങി. അങ്ങനെ ഹൽദി കഴിഞ്ഞു. ഫസി ഇന്ന് ഞങ്ങളുടെ കൂടെയാണ് സ്റ്റേ. അവളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കാലിൽ പിടിച്ച് ഒരു വിധത്തിലാണ് സമ്മതിപ്പിച്ചത്. ഇപ്പം ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഒരാൾ കൂടിയായി, ഫറ. അങ്ങനെ ഞങ്ങൾ 4 പേരും ബാൽക്കണിയിൽ നിന്ന് കത്തിയടിച്ചുകൊണ്ടിരുന്നു. ആബിക മൂപ്പരെ കട്ട ചങ്ക് സമീർക്ക വന്നുകൊണ്ട് ഫുൾ ടൈം അവൻ്റെ കൂടെയാണ്. മൂപ്പര ഡ്രസ്സ് ഇനിയും ചേഞ്ച് ചെയ്തിട്ടില്ല. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂപ്പരെ മൊഞ്ച് നോക്കി വെള്ളർക്കും. ഡി ആഹാന, ഏതായാലും ഇപ്പം നീ വെറുതെ ഇരിക്കുന്നല്ലേ? മെഹന്തി ഇടാൻ ഓൾറെഡി എല്ലാവരും നിന്നെ ബുക്ക് ചെയ്ത് വെച്ചേക്കുമല്ലേ? എല്ലാം കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇടാൻ പറ്റില്ലടി. നീ ഇപ്പം ഞങ്ങൾക്ക് ഇട്ടുതരാമോ പ്ലീസ്? മാജി അഹാനയോട് പറഞ്ഞു. അമ്പട പുളുസു, എന്താ സുഖല്ലേ? നമുക്കിട്ടിങ്ങനെ ഓരോ പണി തരാൻ. ഇന്ന് എൻ്റെ നാടു ഏതായാലും ഓടിയും. നിങ്ങളെങ്കിലും ഒന്ന് എന്നെ വെറുതെ വിടടി. ഡി പ്ലീസ്, നീ നന്നായിടില്ലേ? കുറച്ച് മതി, അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട. നല്ല മോളല്ലേടി, പ്ലീസ്. മാജി അവളൊന്നുകൂടി പതപ്പിച്ചപ്പോൾ അഹാന ഓക്കെ പറഞ്ഞു. ഓക്കെ, കിണുങ്ങണ്ട, ഇട്ട് തരാം. ട്യൂബ് എവിടെ? ഓ, ഇനി അതും ഞാൻ എടുത്തു തരണോ? മടിച്ചി. നല്ല മോളല്ലേ, എൻ്റെ റൂമിലെ കബോർഡിലുണ്ടാവും, നീ എടുത്തിട്ട് വാ. അഹാന മാജിയുടെ കഴുത്തിന് നേരെ കൈ നീട്ടി. ഹോ, നിനക്കൊക്കെ എന്ത് മല പറിക്കുന്ന പണിയാണാവുള്ളത് എന്നും പറഞ്ഞ് ട്യൂബ് എടുക്കാൻ മാജിയുടെ റൂമിലേക്ക് പോയി. മാജിയുടെ റൂമിലേക്ക് അവൾ കയറിപ്പോകുന്ന റഫ് കണ്ടു. നേരത്തെ പ്ലാൻ ചെയ്ത് അവളുടെ പണി പൊളിഞ്ഞ പാളിസായിൻ്റെ ദേഷ്യം റഫക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. ഓരോന്നും മനസ്സിൽ കണക്കൂട്ടി റഫ അഹാനയുടെ പിന്നാലെ കൂടി. ഛേ, ഈ പെണ്ണ് ട്യൂബ് എവിടെയാണ് കൊണ്ടുവച്ചത്? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ റബ്ബേ. ഈ പെണ്ണിനെ മിക്കവാറും ഞാൻ കുഴിയിലെടുക്കും. അവിടെ എവിടെയും ട്യൂബ് കാണാഞ്ഞ് റൂം മുഴുവൻ തപ്പുന്ന തിരക്കിലാണ് അഹാന. അഹാനയെ കാണുമ്പോൾ തന്നെ റഫക്ക് ദേഷ്യം ഇരഞ്ഞു പൊന്തും. അവളൊരു ഗ്ലാസ് എടുത്ത് അത് ആരും കേൾക്കാതെ മെല്ലെ ഉടച്ചു. അതിൻ്റെ കുപ്പിച്ചില്ലുമായി മാജിയുടെ റൂമിന് മുന്നിലെത്തി. എന്നിട്ട് അഹാനയെ നോക്കി. നിനക്കുള്ള പണി ഞാൻ തരുമോളെ, വെയിറ്റ് ആൻഡ് സീ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ കുപ്പിച്ചില്ല് മാജിയുടെ റൂമിൻ്റെ വാതിലിൽ കൊണ്ടിട്ടു. റൂമിന് പുറത്ത് കിടക്കുമ്പോൾ അഹാനയുടെ കാലിൽ തറക്കാനായി. പാവം, ഇതൊന്നും നമ്മുടെ അഹാന അറിഞ്ഞില്ല. അവളവിടെ കാര്യമായിട്ടുള്ള തപ്പിലാണ്.
കുപ്പിച്ചിൽ അവിടെ ഇട്ട് കഴിഞ്ഞ് റഫ കുറച്ചപ്പുറമായി മാറി നിന്നു. സെമീറിന് കിടക്കാൻ റൂം കാണിച്ചു കൊടുത്ത് ഫ്രഷ് ആവാനായി റൂമിലേക്ക് വരികയായിരുന്നു നമ്മുടെ ആബിദ്. റൂമിൽ കയറിയതും പെട്ടെന്ന് പുറത്തെന്തോ കണ്ട പോലെ തോന്നി. അവൻ പിന്നെയും പുറത്തു വന്ന് നോക്കി. അപ്പോഴാണ് മാജിയുടെ റൂമിന് മുന്നിൽ നിന്നും റഫ പരിങ്ങുന്നത് കണ്ടത്. അവൾ ആളത്ര വെടിപ്പല്ലാത്ത കൊണ്ട് റഫ കാണാതെ ആബിദ് അവിടേക്ക് നീങ്ങി. സുബൈർക്ക് റഫയെ അന്വേഷിച്ച് ആ വഴി വന്നു. അവളെ അവിടെ കണ്ടതും എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവരവളെ കൂട്ടിക്കൊണ്ടുപോയി. ആബിദ് മാജിയുടെ റൂമിലേക്ക് നോക്കിയപ്പോൾ അതിനുള്ളിൽ അഹാനയുണ്ടായിരുന്നു. റഫയെ അവിടെ കണ്ടതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൻ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. ഇവളെന്തിനാ എൻ്റെ പെണ്ണിൻ്റെ പുറകെ ഇങ്ങനെ കൂടിയേക്കുന്നത്? അവൾക്ക് ഇനിയും വല്ല പണിയും കൊടുക്കാനാണോ എന്നവൻ മനസ്സിൽ കരുതി. പക്ഷേ അഹാനയെ നോക്കിയപ്പോൾ അവൾ ഓക്കെയാണ്, റൂമിൽ തന്നെയുണ്ട്. കാര്യമായിട്ടെന്തോ പരതുന്ന തിരക്കാണ്. അവൾ ഓക്കെ ആയതുകൊണ്ടും റഫ അവിടെ നിന്ന് പോയതുകൊണ്ടും ആബിദ് ഒന്നുമില്ലെന്നെങ്കിൽ തിരിച്ച് റൂമിലേക്ക് നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൻ എന്തുകൊണ്ട് അവർ തോന്നി വീണ്ടും തിരിഞ്ഞത്. ഇത്തവണ അവൻ്റെ കണ്ണുകൾ തറയിൽ പതിഞ്ഞു. കുപ്പിച്ചില്ല്. അത് കണ്ടതും ആബിദ് ഞെട്ടി. റൂമിലേക്ക് കണ്ണോടിച്ചപ്പോൾ അഹാന പുറത്തേക്ക് നടന്നു വരുന്നതാണ് കണ്ടത്. കയ്യിലുള്ള ഫോൺ നിലത്തേക്ക് എറിഞ്ഞ് ആബിദ് അഹാന എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് ഓടി. അവൾ ആ കുപ്പിച്ചിലിന് മേലെ കാലെടുത്ത് വയ്ക്കാൻ പോയതും ആബിദ് ഓടി വന്ന് അവളെ തന്റെ 2 കൈ കൊണ്ട് ഇറുകെ പിടിച്ച് പുറകിലോട്ട് തള്ളി. കുപ്പിച്ചില് മുഴുവൻ ആബിദിന്റെ കാലിനിടയിൽ തറച്ചു കയറി. അപ്പോഴും അവളെ തന്റെ കൈക്കുള്ളിൽ തന്നെ അവൻ ചേർത്ത് പിടിച്ചിരുന്നു. പെട്ടെന്ന് ആബിദ് പുറകിലേക്ക് തള്ളിയപ്പോൾ അവന്റെ കാലിൽ കുപ്പിച്ചിലും തറച്ചപ്പോൾ രണ്ടുപേരും കൂടി നേരെ ബെഡിലേക്ക് വീണു. അഹാന പതിയെ തന്റെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ തനിക്ക് മുകളിലായി തിളങ്ങുന്ന 2 കണ്ണുകൾ കണ്ടു. താൻ ഒരുപാട് നോക്കിയിരിക്കാൻ ആഗ്രഹിച്ച കണ്ണുകൾ. അതെ, ആബികയായിരുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും ആ കിടത്തം തുടർന്നു. അവൻ അവളിൽ നിന്നും അവൾക്ക് അവനിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല. പതിയെ ആബിദിന്റെ മുഖത്ത് വികാരം മാറി. അത് ചുളിഞ്ഞു വരാൻ തുടങ്ങി. അവളുടെ ദേഹത്തു നിന്ന് അവൻ എഴുന്നേൽക്കാൻ നല്ല ബുദ്ധിമുട്ട് തോന്നി. കാര്യമറിയാതെ അഹാന ആബിദിനെ തള്ളി മാറ്റി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. തന്റെ ഷോള് നേരാക്കിക്കൊണ്ട് അവൾ ആബിദിനോട് ചൂടാവാൻ തുടങ്ങി. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? മനുഷ്യനെ കൊല്ലാൻ നടക്കുവാണോ? അപ്പോഴും ആബിദ് ബെഡിൽ നിന്ന് എഴുന്നേറ്റില്ല. അവൻ പതിയെ കൈ ബെഡിൽ അമർത്തി വെച്ച് എഴുന്നേറ്റിരുന്നു. ദേഷ്യത്തോടെ അവൾ അവനെ നോക്കി തിരിഞ്ഞു പോവാൻ നോക്കിയതും കുപ്പിച്ചിൽ അവിടെ കിടപ്പുള്ളത് കൊണ്ട് ആബിദ് ഇരുന്നിടത്തുനിന്നും അവളുടെ കൈ പിടിച്ചു വലിച്ചു. ഒരു നിമിഷം അവൾ അവന്റെ മടിയിലേക്ക് വീണു. അവന്റെ ആ പ്രവൃത്തിയിൽ അഹാന ആകമാനം ഞെട്ടിത്തെരിച്ചു. വീണ ഫോഴ്സിൽ അവന്റെ ഷർട്ടിന്റെ കോളർ അള്ളിപ്പിടിച്ച് കണ്ണടച്ച് അവൾ ഇരുന്നു പോയി. ആബിദ് അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് വെച്ച് അവളെ മുറുകെ പിടിച്ചിരുന്നു. അവൾക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം അവൻ അവളുടെ അരയിൽ ചുറ്റിപ്പിടിച്ച് കൈകളാൽ ബന്ധിച്ചു വെച്ചു. കുപ്പിച്ചില് തറച്ച് കാലിൽ കൂടി രക്തം വാർന്നൊഴുകിയിട്ടും ആബിദ് വേദന അറിഞ്ഞില്ല. അവൾ തന്നോട് ചേർന്നിരിക്കുമ്പോൾ ആ വേദനയൊക്കെ കാറ്റിൽ പറന്നുപോയതുപോലെ അവന് തോന്നി. അവളുടെ നിശ്വാസം അവന്റെ മുഖത്തും അവന്റെ നിശ്വാസം അവളുടെ മുഖത്തും പതിഞ്ഞപ്പോൾ അവരുടേത് മാത്രമായൊരു മായാലോകത്തിലേക്ക് അവരാഴ്ന്നിറങ്ങി. അവന്റെ ഷർട്ടിലുള്ള അവളുടെ പിടുത്തത്തിന്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് അവളുടെ ഇടുപ്പിൽ ചുറ്റിവെച്ച അവന്റെ കരങ്ങളുടെ പിടുത്തവും മുറുകി വന്നു. കുറച്ചു മുമ്പ് അഹാന തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോൾ തറയിൽ എന്തോ ഒരു അടയാളം പോലെ കണ്ടിരുന്നു. അതവളുടെ മനസ്സിൽ ഒരിക്കൽ കൂടി തെളിഞ്ഞു വന്നപ്പോൾ ഷോക്കേറ്റതുപോലെ ആബിദിന്റെ മടിയിൽ നിന്ന് അവൾ ചാടി എഴുന്നേറ്റു. അവന്റെ മുഖത്ത് നോക്കാതെ തറയിലേക്ക് അവളുടെ കണ്ണുകൾ ചലിച്ചു. ആബിദിന്റെ കാലിൽ നിന്നും വാർന്നു വീണ രക്തം ആ തറയിൽ പതിഞ്ഞു കണ്ടപ്പോൾ ആബിക എന്ന് ഉറക്കി വിളിച്ച് അവന് മുന്നിൽ മുട്ടൂത്തിരുന്നു പോയവൾ, ആബിക ചോര, ഇതെങ്ങനെ? അവൾ അവന്റെ കാല് കയ്യിലെടുത്തോണ്ട് ചോദിച്ചു. അപ്പോഴേക്ക് അവളുടെ ആ കണ്ണുകളിൽ നിന്നും അവനോടുള്ള സ്നേഹം മുഴുവൻ കണ്ണുനീർ തുള്ളികളായി ഒഴുകി വരാൻ തുടങ്ങി. വാ തുറന്നൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൾ. അവളുടെ പരിഭ്രാന്തി കണ്ട് ആബിദ് സമാധാനിപ്പിക്കാൻ കുറെ ശ്രമിച്ചു. ഏയ്, ഇതിപ്പോ അത്രക്കൊന്നുമില്ല അഹാന, നീ ഇങ്ങനെ കരയാതെ. ആബിക വാ, ഹോസ്പിറ്റലിൽ പോവാം. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവന്റെ കാല് പിടിച്ച് ഓരോന്നും പറഞ്ഞ് കണ്ണീർ വാർത്തുകൊണ്ടേയിരുന്നു. എന്തു പറഞ്ഞിട്ടും അവൾ കരച്ചിൽ നിർത്താത്ത കണ്ട് ആബിദ് അവന്റെ കലിപ്പും കൂടെ ഓൺ ചെയ്തു. ഡീ, ഒന്ന് നിർത്തിയേ, ശബ്ദം ഉണ്ടാക്കി മറ്റുള്ളവരെ കൂടി അറിയിക്കാൻ നിൽക്കുവാണോ? ഇത് അത്രക്കൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ഫസ്റ്റ് എയ്ഡ് കിടപ്പുണ്ട്, അതിങ്ങെടുക്ക്. അത് കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി ഫസ്റ്റ് എയ്ഡ് എടുത്തു വന്നു. ആബിദ് അത് വാങ്ങാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ അവൾ അവനെ മൈൻഡ് ചെയ്യാതെ തറയിൽ മുട്ടൂത്തിയിരുന്ന് കുപ്പിച്ചില്ല ഓരോന്നായി പതിയെ എടുത്തു കളഞ്ഞു. അതിനോടൊപ്പം തന്നെ അവളുടെ കണ്ണുനീരും ധാരധാരയായി ഒഴുകി വന്നു. മുറിഞ്ഞത് അവന്റെ കാലാണെങ്കിലും അത് തുളച്ചു കയറിയത് അവളുടെ നെഞ്ചിലേക്കായിരുന്നു. ആബിദിന് വേദന തട്ടാതെ അവൾ മുറിവ് ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവൾ ആബിദിന് നേരെ നീട്ടി. ബ്ലഡ് ഒരുപാട് പോയതല്ലേ. അവനത് വാങ്ങിക്കുടിക്കുമ്പോഴും അവൾ തലയുയർത്തി അവരെ നോക്കിയില്ല. ഇപ്പം നമ്മുടെ ആബിദ് ഓക്കെ ആയി. പക്ഷേ അവൾ തുറന്നു വെച്ച ഡാം ഇനിയും അടച്ചില്ല. ആബിക, ഞാൻ റിജാദിക്കയോട് ഇങ്ങോട്ട് വരാൻ പറയാം. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. വേദന കൂടുവാണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകാനൊരുങ്ങി. പക്ഷേ അതിനു മുന്നേ ആബിദ് പുറകിൽ നിന്നും അവളുടെ കൈ ബന്ധിച്ചു വെച്ചു. തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവൻ എഴുന്നേറ്റിന്ന് അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു. അതിൽ അവളൊന്നും ഭയന്ന് അവനെ നോക്കി.
ആബിക എന്താ ചെയ്യുന്നേ? കാലിന് വയ്യാത്തല്ലേ? അവിടെ അടങ്ങിയിരിക്കൂ. ഞാൻ റിജാദയെ വിളിച്ചു വരാം. പ്ലീസ് എന്നെ വിട്ട ആബിക. അഹാന അവനോട് കെഞ്ചാൻ തുടങ്ങി. ആബിദ് അവളെ മുറുകെ പിടിച്ച് ഒരു കൈ കൊണ്ട് അവളുടെ മുഖമുയർത്തി പതിയെ അവന്റെ കരങ്ങൾ അവളുടെ കണ്ണുകളെ തഴുകാൻ തുടങ്ങി. കണ്ണുനീർ മുഴുവനായും അവന്റെ ആ കരങ്ങൾ കൊണ്ട് ഒപ്പിയെടുത്തു. അഹാന സൂക്ഷിക്കണം എപ്പോഴും, കേട്ടല്ലോ? അവളുടെ കണ്ണുനീർ തുടച്ചു നീക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ആബിക എന്തിനാ എന്നെ ഇപ്പോൾ രക്ഷിച്ച്? അതുകൊണ്ടല്ലേ ഇക്കാക്കിങ്ങനെ. അതെന്റെ കാല് തറച്ചിരുന്നെങ്കിൽ പോലും എനിക്ക് ഇത്രയും വേദന ഉണ്ടാവില്ലായിരുന്നു. അതും പറഞ്ഞ് അവൾ വീണ്ടും കരയാൻ തുടങ്ങി. അവളുടെ ആ വാക്ക് ആബിദിന്റെ നെഞ്ചിൽ കൊണ്ടു. അവളെ ഒന്ന് ഇറുകി പുണരണമെന്ന് അവന്റെ മനസ്സ് അവനോട് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ശരീരം അത് ചെയ്തില്ല. അവന്റെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി. അതവൾ കാണാതിരിക്കാൻ വേണ്ടി അവൻ അവളിൽ നിന്നും പിടിവിട്ട് തിരിഞ്ഞിരുന്നു. സങ്കടം സഹിക്കവയ്യാതെ അവൾ ആ മുറിവിട്ട് ഓടിപ്പോയി. തിരിഞ്ഞുന്ന ആബിദിന്റെ കണ്ണുകളിൽ കണ്ണുനീരിനൊപ്പം കോപത്തിന്റെ തീനാളവും ഉയർന്നു. റഫ, എന്റെ പെണ്ണിനെന്തെങ്കിലും സംഭവിച്ച ഈ ആബിദ് മരിക്കുന്നതിന് തുല്യാണ്. ആ അവളെയാ നീ ഇന്ന് പോർലേൽപ്പിക്കാൻ ശ്രമിച്ചത്. അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കോപം കൊണ്ട് റഫയുടെ അടുത്തേക്ക് പോവാൻ തിരിഞ്ഞപ്പോഴേക്കും അഹാന പറഞ്ഞ് റിജാദ് അവിടേക്ക് വന്നു. ഇക്ക എന്താ പറ്റിയത്? ഇതെങ്ങനെയാ മുറി പറ്റിയത്? നമുക്ക് ഹോസ്പിറ്റലിൽ പോയി വരാം, വായിക്ക. റിജാദ് ആബിയുടെ കൈപ്പിടിച്ചോട് പറഞ്ഞു. ഒന്നുമില്ല റിജാദ്, പിള്ളേർ കളിക്കുമ്പോഴാന്ന് തോന്നുന്നു ഗ്ലാസ് ഒടിഞ്ഞ് നിലത്ത് വീട് ഞാൻ കണ്ടില്ല, അതാ പറ്റിയത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. ഐ ആം ഓൾ റൈറ്റ്. സീരിയസ് ആയിട്ട് ഓക്കെ ആണോ ഇക്ക? ആബിദ് ആണെന്ന് തലയാട്ടി. ഞാൻ റൂമിൽ കൊണ്ടുവിടാം, ഇക്ക കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. നീ അങ്ങ് ചെല്ലി റിജു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. പക്ഷെ റിജാദ് അതിന് സമ്മതിച്ചില്ല. അവൻ ആബിയുടെ കൈപ്പിടിച്ച് അവന്റെ ഷോൾഡറിൽ ചുറ്റി താങ്ങി നടന്ന് ആബിദിനെ റൂമിലേക്ക് കൊണ്ടുപോയി. ഇക്ക അല്ല, നിങ്ങളിങ്ങനെ മാജിയുടെ റൂമിലെത്തിയത്? അത് കേട്ടതും ആബിദൊന്ന് പരിങ്ങി. റഫയുടെ കാര്യം ഇപ്പം ആരോടും പറയാൻ പറ്റത്തില്ല, കാരണം അത് പറഞ്ഞാൽ കൂടെ എല്ലാം പറയേണ്ടി വരും. സോ ആബിദ് എന്ത് പറയുമെന്ന് ആലോചിച്ച് കുഴങ്ങി. അത് പെട്ടെന്ന് അവളുടെ റൂമിലേക്ക് ആരോ കയറിപ്പോകുന്ന പോലെ തോന്നിയപ്പോൾ ഒന്ന് ചെന്ന് നോക്കിയതാ. ഒരു കണക്കിന് ഞാൻ അവിടെ പോയി നന്നായി, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കാലിലായിരിക്കും അത് തറച്ചു കയറുക. അഹാന ഒന്ന് പറഞ്ഞിരുന്നു അവൾ ഫസ്റ്റ് എയ്ഡ് വെച്ച് തന്നിരുന്നെന്ന്. ഇക്ക എന്തായാലും റെസ്റ്റ് എടുക്ക്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് റിജാദ് അവിടുന്ന് പോയി. അപ്പോഴേക്ക് അവൻ്റെ ഉമ്മയും ഉപ്പയും മറ്റുള്ള എല്ലാവരും കാര്യറിഞ്ഞ് ആബിദിന്റെ റൂമിൽ തടിച്ചുകൂടി. മോനെ എന്താ മോന് പറ്റിയത് എന്നും പറഞ്ഞ് അവൻ്റെ ഉമ്മ കണ്ണീർ വാർക്കാൻ തുടങ്ങി. എൻ്റെ ഉമ്മ ഒന്നുമില്ല, ചെറിയൊരു മുറിവുള്ളൂ, കാര്യമൊക്കെ കണ്ട. നിങ്ങളിങ്ങനെ ഒന്ന് കരയാതെ ഒരു കല്യാണ വീടല്ലേ, വെറുതെ ആ പെണ്ണിൻ്റെ കൂടി മൂടുകളെ നിൽക്കല്ലേ. എല്ലാവരും പോയിക്കോ, ഐ ആം ഓക്കെ. അവനൊരുവിധം എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു. പക്ഷേ ആ കൂട്ടത്തിൽ റഫ ഉണ്ടായിരുന്നില്ല. ഉപ്പയുടെ കൂടെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു റഫ. അവിടെ എത്തിയപ്പോഴാണ് ആബിദിന്റെ കാലം മുറിഞ്ഞ കാര്യം അവൾ അറിഞ്ഞത്. പക്ഷേ എങ്ങനെയാണ് എവിടെ വെച്ചാണെന്നൊന്നും അറിഞ്ഞില്ല. സോ അവൾ നേരെ ആബിദിന്റെ റൂം ലക്ഷ്യമാക്കി പോയി. പുലിമടയിലേക്ക് സ്വമേധയാ കയറി ചെല്ലുന്ന പോലെ അവളങ്ങ് നീങ്ങി. ഡോറിൽ ആരോ മുട്ടുന്ന കേട്ടാണ് ആബിദ് നോക്കിയത്. നോക്കുമ്പോൾ താൻ കാണാനിരുന്ന വ്യക്തി പാന പോലെ ഇതാ മുന്നിൽ വന്ന് നിൽക്കുന്നു. ആബി എന്താണ് പറ്റിയത്? എങ്ങനെ നിന്റെ കാല് മുറിഞ്ഞ്? ഞാൻ അറിഞ്ഞില്ല, ഉപ്പയുടെ കൂടെ പുറത്തു പോയിരുന്നു. അവൾ ഇച്ചിരി സെന്റിയൊക്കെ അടിച്ച് അവനടുത്തേക്ക് നീങ്ങി. അവൻ പതി എഴുന്നേറ്റിന്ന് അവൾക്ക് അഭിമുഖമായി നിന്നു. റഫ അവനെ തൊടാനാഞ്ഞതും ഇടിവെട്ട് പോലെ അവന്റെ ബലമായ കരങ്ങൾ അവളുടെ മുഖത്ത് പതിഞ്ഞ് ഒരുമിച്ചായിരുന്നു. ഉന്നാര മോളെ, നിനക്ക് അറിയണല്ലേ എന്റെ കാലെങ്ങനെയാ മുറിഞ്ഞെന്ന്? ഞാൻ കാണിച്ചു തടി നിനക്ക് പുല്ലേ എന്ന് പറഞ്ഞ് അവൻ അവളുടെ ഇരുകവളിലും മാറി മാറി അടിക്കാൻ തുടങ്ങി. ആബി നീ എന്താ ഈ കാട്ടുന്ന്? റഫ അവനോട് ഓരോന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും ചെവിക്കൊണ്ടില്ല. അവന്റെ കൈകൾ അവസാനം അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഈ ആബിദ് ജീവനോടെ ഇരിക്കുമ്പോ അവൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്താടി കരുതിയത് ഞാൻ വെറും ഉണ്ടാക്കനാണെന്നോ? ഒന്ന് നീ അറിഞ്ഞോ, ഈ എന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് അഹാന മാത്രമായിരിക്കും. എന്നിൽ നിന്ന് അവൾ അകറ്റാന്ന് നീ മനസ്സിൽ പോലെ ഇനി വിചാരിക്കാൻ പാടില്ല. പറഞ്ഞ പുന്നാര മോളെ, ഇപ്പൊ നിന്റെ ഈ പണിയുടെ റിസൾട്ട് എന്റെ കാലായതുകൊണ്ട് മാത്രം ഞാൻ ഇതിൽ ഒതുക്കുന്നത്. മറിച്ച് അവളുടെ കാലിത് തറച്ച് കയറിയിരുന്നെങ്കിൽ ഈ പിടുത്തത്തിന്റെ പവർ ഒന്നുകൂടി കൂട്ടി കൊന്ന് കുഴിച്ചു മൂടിയെന്ന് ഞാൻ. അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.